സുഹൃത്തുക്കളെ, കൺവെൻഷനായിട്ട് ഞാൻ അഭിവാദ്യങ്ങൾ നമസ്കാരം എന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ നാടകക്കാരാണ്. വളരെ ഫ്രീ ആയിട്ട് ആദ്യം കമ്മ്യൂണിക്കേഷൻ സംവാദം നടക്കല്ലേ ആവശ്യം. അപ്പോൾ ആ രീതിയിലാവാം ക്ലാസ്സാണത്രേ. നാടക്ക് കേരളത്തിലെ നാടകക്കാർ നമ്മുടെ എല്ലാവരുടെയും ഒരു സംഘടനയായിട്ടുള്ള നാടക്ക് നയിക്കുന്ന നാടക പാഠങ്ങളുടെ ഒരു തുടർച്ചയുടെ ആദ്യ സെഷനാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ വളരെ ഹാപ്പിയാണ്. എന്താണെന്ന് വെച്ചാൽ ആദ്യ ക്ലാസ്സിന് തന്നെ എന്നെ വിളിച്ചുവല്ലോ. എന്തൊരു സന്തോഷം ആ കാര്യത്തിൽ എന്ന് മാത്രമല്ല, ഞാൻ വളരെ നന്ദിയുള്ളവനാണ് എന്നെ അതിനായി നിയോഗിക്കപ്പെട്ടതിൽ, അല്ലെങ്കിൽ ഞാൻ നിയോഗിക്കപ്പെട്ടതിൽ. ഈ ഭാഷയൊക്കെ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട, ലെറ്റ് ഇറ്റ് ഗോ. തുടർച്ചയായിട്ട് കുറേ ക്ലാസ്സുകൾ നാടകത്തിനെക്കുറിച്ച് പലരും വന്ന് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ ക്ലാസ്സും ഇങ്ങനെ എത്രമാത്രമൊക്കെ ഇപ്പം എന്നെ പോലെയുള്ള ഒട്ടും ഒരു തരം നല്ല ടീച്ചറല്ലാത്ത എന്നെ പോലെയുള്ള ആളുകൾ ക്ലാസ് എടുത്താൽ എന്താവും അവസ്ഥ എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഇത്തരം ക്ലാസ്സുകൾ വേറൊരു തരത്തിൽ നാടകത്തിനെക്കുറിച്ച്, എന്തുകൊണ്ട് നാടകം, എന്തിന് നാടകം, നാടകത്തിന് സൊസൈറ്റിയിലുള്ള ഫങ്ഷൻ എന്ത് എന്നതൊക്കെ ഒന്ന് റീകോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് ഓർമ്മിക്കാൻ, ഒന്ന് തിരിച്ച് ഇത് ശരിയാണോ അല്ലയോ എന്നൊക്കെ ഒന്ന് ആലോചിക്കാനൊക്കെ ഉള്ളൊരു സന്ദർഭം ഉണ്ടാവുകയാണ്. നിങ്ങളെപ്പോഴെങ്കിലും ഇത് വാച്ച് ചെയ്യുകയാണെങ്കിൽ, എല്ലാവരും വാച്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സമയത്ത് വാച്ച് ചെയ്താലും മതി, അപ്പോഴും ഈ റീകോളിങ് നടക്കും. അങ്ങനൊരു സാധ്യത ഇതുണ്ട്. അപ്പോൾ വളരെ സ്വാഗതാർഹമാണ് ഇത്തരം ഒരു സംഗതി നാടൊക്കെ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവരോടൊക്കെ എനിക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് അങ്ങനെയൊന്നും അതൊന്നും എനിക്കറിയില്ല. നന്ദി എന്നൊക്കെ പറഞ്ഞ് ഒറ്റ വാക്യത്തിൽ അങ്ങ് തീർക്കാം. എന്താ അത് മതിയാവില്ലേ? സെക്രട്ടറിയോട് ചോദിക്കാൻ വേണമെങ്കിൽ നന്ദി. അങ്ങനെ നന്ദി പറഞ്ഞ് ഒഴിവാവുന്നില്ല, ഇനിയും വരും. ബി കെയർഫുൾ. അപ്പോൾ ഈ ആരോടാണ് ഈ ക്ലാസ്സുകൾ നടത്തുന്നത് എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഒരു സംശയമില്ല, ഇവിടെ കൃത്യമായിട്ട് നാടക പ്രവർത്തനം നടത്തുന്നവർക്ക് വേണ്ടിയല്ല ഈ ക്ലാസ്. വളരെ ബിഗിനേഴ്സായിട്ടുള്ള 10ാം ക്ലാസ് പ്രീ ഡിഗ്രി ഇല്ലല്ലോ ഇപ്പോൾ, പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ കുട്ടികൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇഷ്ടമുണ്ടാവില്ല. ഉള്ളിൽ കലയോട് അദമ്യമായിട്ടുള്ള മോഹമുണ്ടാവും, നാടക കലയോട് സഹിക്കവയ്യാത്ത ആർത്തി ഉണ്ടാവും. എന്നാൽ സാമൂഹ്യ സാഹചര്യങ്ങളെ കൊണ്ട് പലപ്പോഴും തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊന്നും പോകാൻ സാധ്യതകൾ ഒന്നും ഇല്ലാത്ത കുറേ ആളുകൾ കേരളത്തിലുണ്ട്. അത്തരം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ ക്ലാസ്. കാരണം അവരാണ് നാടകവേദിയുടെ ശക്തി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നാടകം എന്നത് സൊസൈറ്റിയുടെ ഒരാവശ്യമാണ്. അത് എന്തുകൊണ്ട്, എന്തിന് എന്നൊക്കെ ഞാനിവിടെ ഈ ക്ലാസ്സിൽ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല. കല എങ്ങനെയാണ് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് എന്നത് അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് പൊതുവേ പറയാറില്ലേ, നാടകമില്ലാത്ത ഒരു ഗ്രാമം സംസ്കാരശൂന്യമാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെയൊരവസ്ഥ അതുണ്ടാവരുത് കേരളത്തിൽ. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ അത് വളരെയേറെ ആവശ്യപ്പെടുന്നൊരു മൊമെൻ്റാണ്. അത്രയേറെ ഭീതിതമായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയേറെ പ്രഷറൈസ് ചെയ്യപ്പെട്ട ഒരു അവസ്ഥയിലാണ് നമ്മൾ ഓരോ ദിനവും തള്ളിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ക്ലാസ്സുകൾ സ്വാഗതാർഹമാണ്, വ്യക്തിപരമായി എനിക്കും ഇത് ശ്രവിക്കുന്നവർക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓഡിയൻസ് അല്ലല്ലോ ക്ലാസ് ആകുമ്പോൾ വിദ്യാർത്ഥികൾ. ഞാൻ കൺഫ്രണ്ട് ചെയ്യുന്ന സുഹൃത്തുക്കളോ എനിക്ക് വിദ്യാർത്ഥികളായിട്ട് കാണുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഒരു സംവാദം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സുഹൃത്തുക്കൾ മുന്നിലിരിക്കുന്നു എന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം നാടകം അടിസ്ഥാനപരമായിട്ട് സംവാദം നടത്തുകയാണ്. ഏത് നാട്ടിലായാലും, അതിപ്പോൾ പൗരസ്ത്യമാവാം, പാശ്ചാത്യമാവാം, ഓക്സിഡൻ്റൽ തിയേറ്റർ ആയാലും ഓറിയൻ്റൽ തിയേറ്റർ ആയാലും, ഇതെല്ലാം അടിസ്ഥാനമായിട്ട് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എന്ന് മുതൽ സംസ്കൃത നാടകങ്ങളുടെ കാലം മുതലും ഗ്രീക്ക് നാടകങ്ങളുടെ കാലം മുതലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത്തരം സംവാദങ്ങളാവുമ്പോൾ വിദ്യാർത്ഥികളല്ല, സുഹൃത്തുക്കളാണ് കൂടെയുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ എന്നൊക്കെ ചോദിച്ചാൽ റെസ്പോൺസ് തിരിച്ചു കിട്ടണം.
റെസ്പോൺസ് തിരിച്ച് കിട്ടുക ഒരു സാധാരണ ക്ലാസ്സിലേ പറ്റൂ. ഇത്തരം ക്ലാസ്സുകളിൽ അത് നടക്കില്ല. അപ്പം ഞാൻ സ്വയം അപ്പുറത്ത് വിദ്യാർത്ഥിയായിട്ടിരിക്കുകയും അപ്പുറത്ത് സുഹൃത്തായിട്ടിരിക്കുകയും ഇപ്പുറത്ത് അധ്യാപകനായിട്ട് നിൽക്കുകയും ചെയ്യാം. നാടക അധ്യാപകൻ എന്ന് പറഞ്ഞാൽ തന്നെ എനിക്കിഷ്ടമല്ല കേട്ടോ. നാടക കലാകാരന്മാരല്ലേ, കലാകാരന്മാർ കല പരസ്പരം എങ്ങനെ സംവേദനം ചെയ്യണം എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, ഇത് കുട്ടികളെന്ന് പറഞ്ഞാൽ എൻ്റെ സോറി, ഞാൻ ഈ കുറച്ച് താടിയൊക്കെ നരച്ചുകൊണ്ട് എനിക്ക് കുട്ടികളെന്ന് പറയാം. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത്. കാരണം ഈ പ്രീ ഡിഗ്രി ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികളോട് സംസാരിക്കുമ്പോൾ എനിക്കവർ കുട്ടികളാണ്. എൻ്റെ മകനേക്കാൾ ചെറിയ കുട്ടികളാണ് അവർ. അപ്പോൾ കുട്ടികളായിട്ട് തന്നെ, അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കുട്ടികൾ. ഐ ഡോണ്ട് മീൻ ദി ചിൽഡ്രൻ, വളരെ ചെറിയ കുട്ടികളല്ല. 15നും 20നും ഇടയ്ക്കുള്ള കുട്ടികളാണ് ഞാൻ അന്വേഷിക്കുന്നത്. കാരണം പറഞ്ഞാൽ മനസ്സിലാവും, ചിന്തിക്കാനുള്ള പക്വതയായി എന്ന് മാത്രമല്ല അവർക്ക് ഏത് തരത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിൻ്റെയൊക്കെ കൃത്യമായ കുറേ ധാരണകൾ ഉള്ളിലുണ്ടായിരിക്കും. ഒന്നും കൃത്യമായിട്ടുണ്ടാവില്ലെങ്കിലും പോലും മോഹങ്ങൾ ഉണ്ടാവുന്ന ഒരു ഏജ് ഗ്രൂപ്പിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ വലിയവർ ഇത് കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പകാലം ഒന്ന് ഓർത്തോളൂ, അത്രയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഒരുപാട് എനർജി വീണ്ടും തരും. റീഗെയിൻ ചെയ്യുന്നൊരു വല്ലാത്ത മൊമെൻ്റായിരിക്കും അത്, യാതൊരു സംശയമില്ല. എനിക്കത് ഉറപ്പുണ്ട്. കാരണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ക്ലാസ്സിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചു, അല്ലെങ്കിൽ വിദേശത്ത് പോയി അപ്പുറത്ത് പോയി ഇപ്പുറത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര അഹങ്കാരമായിട്ട് നടക്കുന്ന സമയത്ത് വളരെ പ്രിലിമിനറി ആയിട്ടുള്ളൊരു വർക്ക്ഷോപ്പിൽ ഞാൻ വെറുതെ തമാശയ്ക്ക് പോയി. പക്ഷെ തമാശയ്ക്ക് പോയപ്പോഴാണ് ഞാൻ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത്. എനിക്കിത് ഈ പ്രിലിമിനറി സാധനങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്നെ തന്നെ വീണ്ടും എന്താ പറയുക അനലൈസ് ചെയ്യാണ്, അല്ലെങ്കിൽ വിശകലനം ചെയ്യാണ്. ആ സമയത്താണ് ഇടയ്ക്കിടയ്ക്ക് ബേസിക്സ് പഠിക്കുക. എത്ര ആളുകൾ ഇപ്പോഴും കൃത്യമായിട്ടും ഈ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ഒന്ന് ഉച്ചരിച്ച് നോക്കാറുണ്ട്? നമ്മുടെ ഉച്ചാരണത്തിൽ ഓരോ പ്രായത്തിലും എത്രമാത്രം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. നമ്മളൊക്കെ നാടക നടന്മാരാണ്, നടികളാണ്, അഭിനേതാക്കൾ. ഉച്ചാരണമൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു നോക്കൂ. അപ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് ബേസിക്സ് പഠിച്ചേ പറ്റൂ എന്നുള്ളൊരു തോന്നലുണ്ടാവുക. അങ്ങനെ ബേസിക്സ് പഠിപ്പിക്കാനായിട്ടാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് വലിയവർ, കാരണം നാടകവേദിയിൽ ധാരാളം വർക്ക് ചെയ്യുന്നവർ, പ്രൊഫഷണൽസും ആയിട്ടുള്ളവർ, ഇത് കരിയറിസ്റ്റുകളും പ്രൊഫഷണൽസും എല്ലാം വേറെ വേറെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളുണ്ടാവും. അമേച്ചർ ആയിട്ട് വളരെയേറെ പരീക്ഷണാത്മകമായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ടാവും. ഇമ്മച്ചുറായിട്ട് എന്തിനാവശ്യമില്ല എൻ്റെ നാടകം കളിക്കുന്ന ആളുകളുണ്ടാവും. ആരായാലും ശരി, ആ പ്രായത്തിനനുസരിച്ച് ഒന്ന് തിരിച്ച് ഇത് മുഴുവൻ കേൾക്കുന്നത് നിങ്ങൾക്ക് ഗുണേ ചെയ്യുള്ളൂ. അത്രയേറെ ഗുണങ്ങളുണ്ടാക്കുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് എനിക്ക് ശേഷം വരാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ബേസ് ആയിട്ട് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ ആദ്യം. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് എങ്ങനെയാണ് ഒരു നാടക പ്രവർത്തകൻ ചെയ്യുക, അല്ലെങ്കിൽ പ്രവർത്തകർ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിന് വേറൊരു ഫോർമാറ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ പ്രഭാഷണമല്ല എന്നാണ് എൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു സങ്കല്പം. പക്ഷേ ഇന്നിപ്പോൾ തൽക്കാലം ദിസ് ഈസ് എൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ്, വെറും തുടക്കം മാത്രമാണ്. അതുകൊണ്ട് ഇത്രേ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, എന്നോട് മാത്രമല്ല നാടകത്തിനോടും ക്ഷമിക്കണം എന്ന് പ്രത്യേകം പറയുന്നു. ബുദ്ധിമുട്ടാവുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അതിൽ കൂടുതൽ നോക്കാം. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് അത്ര അത്യാവശ്യമാണോ കേരളത്തിൽ എന്നും വേറൊരു ചോദ്യമുണ്ട്. കാരണം എന്നോട് ഓൺലൈൻ ക്ലാസ്സസ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ യൂട്യൂബിൽ ഹൗ ടു ഡയറക്റ്റ് എ പ്ലേ, എങ്ങനെയാണ് സംവിധാനം ചെയ്യുക, അല്ലെങ്കിൽ സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്ത്, അങ്ങനെ പലതരം ക്വസ്റ്റ്യൻസ് നമ്മൾ യൂട്യൂബിലൊക്കെ ഇട്ടപ്പോഴേ 300 കോടി റിസൾട്ട്സ് ഉണ്ടെന്നാണ് അവരെന്നോട് പറഞ്ഞത്. 300 കോടി റിസൾട്ട്സ് ഉള്ള ഈ സ്ഥലത്ത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണത് എന്നൊരു ചോദ്യം വേറെയുണ്ട്. എന്ന് മാത്രമല്ല, അങ്ങനെ യൂട്യൂബിൽ ചെയ്ത ആളുകൾ പ്രഗത്ഭരായിരിക്കുമല്ലോ. പ്രാഗൽഭ്യമില്ലാതെ യൂട്യൂബ് ചെയ്യാൻ മാത്രം ചങ്കൂറ്റം ഉള്ളവരുണ്ടാവാം, അത് വേറെ വിഷയം. അങ്ങനെ ചെയ്യുന്നവർ എന്തായാലും കേരളത്തിലുണ്ട്.
പക്ഷേ ഞാനിപ്പോൾ അതാണല്ലോ ചെയ്യണത്, ലെറ്റ് ഇറ്റ് ഗോ. പക്ഷേ പ്രൊഫഷണലി ഹൗ ക്യാൻ യു മേക്ക് എ ഗുഡ് ഓൺലൈൻ ക്ലാസ് എന്നത് സെപ്പറേറ്റ് ആയിട്ട് ആലോചിക്കണം. അതും എസ്പെഷ്യലി ഡിറക്ഷനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 300 കോടി റിസൾട്ട്സ് വരുന്നതിൻ്റെ ഇടയിലാണ് ഞാനിത് പറയുന്നത്. ഇപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് കേൾക്കണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനത്തിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുമല്ലോ. സങ്കീർണമായിട്ടുള്ളൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ഈ ഓൺലൈൻ ക്ലാസ് നാടകത്തിന് തുടങ്ങണമെങ്കിൽ എന്താണ് ഇവിടുത്തെ സാമൂഹ്യ ചുറ്റുപാട് എന്നതാണ് അതിലത്തെ ഒരു പ്രശ്നം. കാരണം ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് വരുന്നതോട് കൂടിയിട്ട് കലാകാരന്മാർ എങ്ങനെയാണ് സ്വന്തം എക്സ്പ്രഷൻസ് പ്രേക്ഷകനുമായി സംവദിക്കുക, സ്വന്തം അനുഭവങ്ങളെ അനുഭൂതികളെ ഒക്കെ എങ്ങനെയാണ് സംവേദിപ്പിക്കുക എന്നതൊരു വല്ലാത്ത എന്താ പറയണ്ടേ ചോദ്യചിഹ്നമായിക്കൊണ്ട് എല്ലാവരുടെയും മുന്നിൽ നിൽക്കുകയാണ്. അങ്ങനൊരവസ്ഥയിൽ ചുരുങ്ങിയ പക്ഷം കുറച്ച് പ്രേക്ഷകരെ, നാടകപ്രവർത്തകരായ നമുക്ക് ഈ മുന്നിൽ ജീവനുള്ള പ്രേക്ഷകരില്ലാതെ എങ്ങനെയാണ് സംവേദിക്കാൻ കഴിയുക? നാടകം അടിസ്ഥാനമായിട്ട് ജീവനുള്ള അഭിനേതാവായ ഞാനും ജീവനുള്ള പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളും ഒന്നിച്ചിരിക്കുമ്പോഴാണ് ഈ സംവേദനം നടക്കുന്നത്. അതല്ലാതെ അതിനിടയിലുള്ള ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റിൻ്റെ ഉള്ളിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ റെസ്പോൺസസിനെ കുറിച്ച് അല്ലെങ്കിൽ എന്താ പറയുക പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും എനിക്കിങ്ങനെ സ്വയം ഇമാജിൻ ചെയ്യാൻ, ഭാവന ചെയ്യാമെന്നല്ലാതെ എനിക്ക് കൂടുതലൊന്നും ചെയ്യാൻ അറിയില്ല. പക്ഷേ അങ്ങനെയെങ്കിലും നാടകകല നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അത്തരം നാടക രീതി, നാടകത്തിനെക്കുറിച്ചുള്ള അവബോധം പ്രേക്ഷകരിൽ, നാടക കുതുകികളിലെങ്കിലും നാടകത്തിനോട് ആർത്തിയായി ഓടി വരുന്ന നിങ്ങളത് എങ്ങനെയാണ് റിസീവ് ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് നടത്തിയേ പറ്റൂ. ഇറ്റ് ഈസ് എ മസ്റ്റ് ഫോർ ടുഡേ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാനിതിന് തയ്യാറാവുന്നു. എന്ന് മാത്രമല്ല, പ്രാക്ടിക്കൽ ക്ലാസ്സസ്സാണ് ഏത് കലയ്ക്കും എപ്പോഴും ആവശ്യം. പ്രാക്ടിക്കലായിട്ടൊരു 10 അഭിനേതാക്കളും ഒരു ലീഡറുമായിട്ട് നടക്കുന്നു. അങ്ങനെയുള്ള ക്ലാസ്സസ്സാണ് വേണ്ടത്. അതൊന്നും ഇപ്പോൾ സാധ്യതമല്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ നാടകത്തിൻ്റെ പാഠത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ ഈ കൊറോണ കാലത്ത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഈ ഓൺലൈൻ ക്ലാസ്സസ് ഇങ്ങനെയൊന്നും അല്ല വേണ്ടത് എന്ന് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി വേറൊരു കാരണം കൂടിയുണ്ട്. ഇനി അതിൻ്റെ പേരിൽ വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല ഈ ഓൺലൈൻ ക്ലാസ് എടുത്തിട്ട് എന്ത് കാര്യത്തിനത്. പക്ഷേ ഈ കൊറോണയുടെ ഭീതിതമായ സമയത്ത് നമ്മൾ ഇത്തരം ക്ലാസ്സുകൾ നയിക്കുമ്പോൾ വേറൊരു കാര്യം ചിന്തിക്കണം. കാരണം ഈ കൊറോണ ഇപ്പോൾ ഇത് എത്ര കാലം മുന്നോട്ടേക്ക് പോവും എന്ന കാര്യത്തിന് യാതൊരു ആൻസറും എവിടെ നിന്നും കിട്ടുന്നില്ല. ഔദ്യോഗികമായിട്ടുമില്ല, അങ്ങനെ അല്ലാത്ത രീതിയിലും നമുക്കൊന്നും കിട്ടുന്നില്ല. അങ്ങനെ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ കുറേ ദിവസങ്ങളായിട്ട്, മാസങ്ങൾ എന്ന് തന്നെ പറയാവുന്ന, ആഴ്ചകൾ എന്നാണ് എളുപ്പം, അങ്ങനെ ഈ ഗൃഹത്തിനകത്ത്, ഗൃഹമുണ്ടെങ്കിൽ അതിനകത്ത്, അല്ലെങ്കിൽ അതിനനുസരിച്ച് എങ്ങനെയായാലും ശരി ഒരു വലിയ രീതിയിലുള്ള യാത്രകളൊന്നും ചെയ്യാതെ ഇങ്ങനെ ഒതുങ്ങിക്കൂടുകയാണ്. ഇത് നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് ഉണ്ടാക്കുന്ന ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ഈ കൊറോണാനന്തര അല്ലെങ്കിൽ കോവിഡാനന്തര നാടകവേദി എന്നത് വേറൊരു വിഷയമായിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഇത്രകാലം പഠിച്ച നാടകകലയാണോ ഇനി പഠിക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്തിനാ ഇപ്പോൾ ഇയാൾ ഈ കഷ്ടപ്പെട്ട് ഈ പഴയ തിയറീസ് പറയാൻ പോകുന്നത് എന്നൊരു ചോദ്യം മനസ്സിൽ നിൽക്കുന്നുണ്ടാവും. സത്യമാണത്. കാരണം നാടകവേദി ഈ ഡിജിറ്റൽ മീഡിയ നമ്മളെ വല്ലാതെ ഇങ്ങനെ ആവേശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഡിജിറ്റലൈസ്ഡ് പ്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷോർട്ട് ഫിലിമും അല്ല, നാടകവുമല്ല, അങ്ങനെ ഒന്നും അല്ലാത്തൊരു എന്താണെന്ന് എനിക്ക് നിശ്ചയില്ല. അതിനെന്തെങ്കിലും പുതിയ പേര് കണ്ടെത്തും സാവകാശത്തിൽ. അങ്ങനൊരു സംഗതി ഇപ്പോൾ ഓൾ റൗണ്ട് കേരളത്തിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്.
അവിടെയാണ് നമ്മൾ വീണ്ടും ഈ പഴയ തിയറീസ് പറയാനുള്ള ശ്രമം തുടങ്ങുന്നത്. അതെന്തിന് എന്നൊരു ചോദ്യമുണ്ട്. ഓക്കെ, കോവിഡാനന്തര കാലത്ത് ഒരു പക്ഷേ സ്വാഭാവികമായിട്ടും ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ വന്നപ്പോൾ, ഇപ്പോൾ രണ്ട് ദിവസം മുമ്പല്ലേ ഒരു ന്യൂസ് കണ്ടത്, ദുബായിൽ മറ്റേ ഓപ്പൺ എയറിൽ സ്ക്രീനിങ് തുടങ്ങി ഫിലിംസ്. അത് കാണുന്നത് എവിടെ? കാറിലിരുന്നു കൊണ്ട്. 75 കാറുകളെ വരെ അക്കോമഡേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് സിനിമ കാണാം. കാരണം വീട്ടിലിങ്ങനെ അടച്ചിരിക്കാനൊന്നും പറ്റില്ല. ഫിലിം ഗോവേഴ്സിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ഡെവലപ്ഡ് കൺട്രീസ് ചെയ്യുന്നു. ബെർലിനർ എൻസെമ്പിളിൽ തിയേറ്ററിനകത്തുള്ള സീറ്റിംഗ് എല്ലാം മീറ്റർ കണക്കിന് മാറ്റി മാറ്റി കപ്പിളിന് വേണമെങ്കിൽ അടുത്തിരിക്കാവുന്ന ഈ 2 പേരുള്ള സീറ്റിംഗ്, കുഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള മറ്റേ ഹാൻഡ് റെസ്റ്റിലിരുന്നോട്ടെ എന്ന രീതിയിൽ അങ്ങനെയൊക്കെയുള്ള തിയേറ്ററിൻ്റെ ഓഡിയൻസ് ഇരിക്കുന്ന രീതി വരെ മാറ്റി. പക്ഷേ സ്റ്റേജിലോ എന്താ സംഭവിക്കുക എന്നെനിക്കറിയില്ല. എങ്ങനെയാണ് റോമിയോ ആൻഡ് ജൂലിയറ്റ് കളിക്കുക? റോമിയോയ്ക്ക് ജൂലിയറ്റിനെ വന്ന് ഒരിക്കലെങ്കിലും ആലിംഗനം ചെയ്യേണ്ടി വരില്ലേ? ആലിംഗനം ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ എങ്ങനെയാണ് ശാകുന്തളത്തിൽ ഗാന്ധർവ വിവാഹം അരങ്ങിൽ വരിക? ഇപ്പോൾ അത് പഴയ കാലത്ത് അത് പറച്ചലേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ നാടകവേദി ഇത്രയേറെ ഡെവലപ്പ് ചെയ്തപ്പോൾ ഒരു പക്ഷേ ആ പ്രണയരംഗം അല്ലെങ്കിൽ ഈവൻ ആ സംഭോഗരംഗം അരങ്ങിൽ വന്നേക്കും. അപ്പോൾ അത്തരം സംഗതികളൊക്കെ വരണ സമയത്ത് എങ്ങനെയാണത് ചെയ്യുക? അപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ മാത്രമോ അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ആക്ടേഴ്സ് എങ്ങനെ റിഹേഴ്സ് ചെയ്യും, ആക്ടേഴ്സ് എങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യും സ്റ്റേജിൽ. ഈവൻ ഈ മൈക്രോ ആയിട്ട് എന്താ പറയണ്ടേ, ഈ ഡ്രോപ്ലെറ്റ്സ് ഇൻഫെക്ഷൻ പെട്ടെന്ന് റൂമിൽ മുഴുവൻ പരക്കുന്ന പറയണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈവൻ റിഹേഴ്സൽസ് പോലും ഹോൾസിൽ പറ്റില്ല, എല്ലാം ഓപ്പണറിലേക്ക് മാറുന്ന ഒരവസ്ഥ വരികയാണ്. എങ്ങനെ നമുക്കിതൊക്കെ നടക്കും? അപ്പോൾ കൊറോണ കാലത്ത് ഇതിപ്പോൾ വെറുതെ അങ്ങനെ ഇമാജിൻ ചെയ്തപ്പോൾ തോന്നിയ ചില കാര്യങ്ങളെന്ന് മാത്രമല്ല, അത് ഡീപ്പായിട്ട് അത്ര ചിന്തിച്ചിട്ടില്ല അത് എന്താ ചെയ്യേണ്ടതെന്ന്. എനിവേ, തിയേറ്ററിൻ്റെ രൂപവും സ്വഭാവവും എല്ലാം മാറാൻ പോവുകയാണ്. അങ്ങനെ മാറുമ്പോൾ നമ്മൾ ഈ പഴയ തിയറികൾ വീണ്ടും അയവിറക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. പേടിക്കണ്ട, അല്ലെങ്കിൽ മതി ഇയാൾ പറഞ്ഞത് എന്ന് പറഞ്ഞിപ്പോൾ ഇറങ്ങിപ്പോണ്ട. പഴയ തിയറി ചിലപ്പോൾ ആവശ്യം വരും. എന്തിനാണെന്നോ, വളരെ പ്രിലിമിനറി കാര്യങ്ങൾ നമ്മൾ ഓർത്തേ പറ്റൂ. അതുകൊണ്ടാണ് ഈ ഒരു സെഷന് വേണ്ടി ഞാൻ തയ്യാറാവുന്നത്. ഈ പ്രിലിമിനറീസ് പറയുന്നതിന് മുന്നേ വേറെ ഈ ഓൺലൈൻ ക്ലാസ്സസിനെ കുറിച്ച് കുറച്ചുകൂടി ചെറുതായിട്ട് പറയാനുണ്ട്. കാരണം ഇപ്പോൾ ഡാൻസേഴ്സ്, മ്യൂസിഷ്യൻസ്, എസ്പെഷ്യലി ക്ലാസിക്കൽ ഫോംസിലുള്ള ഡാൻസേഴ്സ്, അതുപോലെ മ്യൂസിഷ്യൻസ്, അവരൊക്കെ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് സ്കൈപ്പിൽ ഇന്ന കീർത്തനം പഠിച്ചു, അല്ലെങ്കിൽ ഇന്ന വർണ്ണം, അതിൻ്റെ ജതി എനിക്ക് അദ്ദേഹം ഇങ്ങനെ പഠിപ്പിച്ചു തന്നു എന്നൊക്കെ രീതിയിൽ കുട്ടികൾ ഇങ്ങനെ ജതി ചെയ്യും. സ്കൈപ്പിൽ വർണ്ണം പഠിപ്പിച്ചതിന് ശേഷം മറ്റേ പെർഫോം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അവിടേക്കുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്കൈപ്പിൽ അത് ചെയ്യാൻ പറ്റും. കാരണം ഇൻഡിവിജ്വൽസാണ്. നാടകമൊഴികെ ബാക്കി എല്ലാവരും ഒറ്റയ്ക്കുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പം അങ്ങനെ പഠിക്കാം. ആ ഒരു വിഷയം കൂടി ഈ ഓൺലൈൻ ടീച്ചിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊന്ന് ഓർമ്മിപ്പിക്കാതിരിക്കാൻ വയ്യ. നാടകത്തിൻ്റെ ഏറ്റവും ഗുണപരമായിട്ടുള്ള അംശവും അതുപോലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ഒരു പ്രശ്നവും എന്താണെന്ന് വെച്ചാൽ, തിയേറ്റർ ഈസ് എൻ എൻസെമ്പിൾ ആർട്ട്. സംഘകലയാണ് നാടകം. സംശയമുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ടെന്ന് മാത്രം ഞാൻ വിശ്വസിക്കില്ല. അത് വേറെ വിഷയം. അങ്ങനെ ചോദിക്കുമ്പോൾ കഥകളി സംഘകലയല്ലേ, ഒരു കച്ചേരി സംഘകലയല്ലേ, ഒരു ഭരതനാട്യം സംഘകലയല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈവൻ ഫോക്ക് ഫോംസും അങ്ങനെയൊക്കെ തന്നെ. അവിടെ ഈ ആർട്ടിസ്റ്റുകളെ ഒന്നിപ്പിക്കുന്നത് എന്താണ്? അടിസ്ഥാനമായിട്ട് ഫോമാണ്. അവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് വേണമെങ്കിൽ കലാമണ്ഡലത്തിൽ നിന്ന് ഒരു ആർട്ടിസ്റ്റ് വരുന്നു, ഗാന്ധിസേവാ സദനത്തിൽ നിന്ന് ഒരു ആർട്ടിസ്റ്റ് വരുന്നു, കോട്ടക്കൽ PSV നാട്യസംഘത്തിൽ നിന്ന് ഒരു ആർട്ടിസ്റ്റ് വരുന്നു.
RLV തൃപ്പൂണിത്തുറയിൽ നിന്ന് ഒരു ആർട്ടിസ്റ്റ് വരുന്നു, അല്ലെങ്കിൽ ഇരിങ്ങാലക്കുട കലാനിലയത്തിൽ നിന്ന് ഒരു ആർട്ടിസ്റ്റ് വരുന്നു, 5 ആക്ടേഴ്സ് ആയല്ലോ. അതുപോലെ തന്നെ ഈ തരം സ്ഥലങ്ങളിൽ നിന്ന് തന്നെയുള്ള മ്യൂസീഷ്യൻസും പെർക്കഷനിസ്റ്റുകളും എല്ലാവരും വരുന്നു. ഇവരെല്ലാവരും കൂടി ഒരു രാത്രി കഥകളി കളിക്കും. ഇവർക്ക് യാതൊരു പരസ്പര ബന്ധമില്ലെങ്കിലും സത്യം. കാരണം ഇവർ ഫോം പഠിച്ചിട്ടുണ്ട്, ആ ഫോം വെച്ചുള്ള കളിയുള്ളൂ. അല്ലാതെ അപ്പുറത്തിരിക്കുന്ന നളനോട്, ഹംസത്തിനോട് ഊർജിതാശയ അഥവാ ഞാൻ ഉപകാരം കുര്യാം എന്ന് പറയുമ്പോഴും എങ്ങനെയാണ് ആ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട്. അവർ ഫോമാണ് ചെയ്യുന്നത്, അല്ലാത്തൊരു ആർട്ടിസ്റ്റിക് ലെവല് ആ ഫോംസിലുണ്ട്. ഞാൻ അതിൻ്റെ ഏറ്റവും മെക്കാനിക്കലായിട്ടുള്ളൊരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. എൻസെമ്പിൾ ആയി മാറണം ഒരു കല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ മറ്റ് എലമെൻറ്റ്സ് വേണം എന്നതിൻ്റെ വേറൊരു പ്രശ്നമാണ്. അങ്ങനെ കഥകളിയാണെങ്കിലും കൂടിയാട്ടമാണെങ്കിലും ഭരതനാട്യമാണെങ്കിലും കച്ചേരിയൊക്കെ എല്ലാവരും അതിനകത്ത് ക്ലാസിക്കൽ ഫോംസിൽ മുഴുവൻ ഇൻഡിവിജ്വൽ ആർട്ടിസ്റ്റുകളാണ്, അവരുടെ പെർഫോമൻസുകളാണ് ഉള്ളത്. ആ സമയത്ത് നാടകം ഏകാംഗ നാടകമാണെങ്കിൽ പോലും മിനിമം ഒരു 3 മാസം ആ ഏകാംഗ നടനോ നടിയോ അഭിനേതാവ് എന്നാണ് ശരി. ഒരിക്കലും എനിക്ക് ഈ ജെൻഡർ, ഞാൻ നടൻ ഉദ്ദേശിക്കുമ്പോൾ പുരുഷനെ അല്ല ഉദ്ദേശിക്കുന്നത് എന്ന് ദയവ് ചെയ്ത്, പുരുഷനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് എന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കണം കാണുന്നവർ. കാരണം അഭിനേതാവ് എന്നാണ് ശരി. നേതാവ് സ്ത്രീയോ, ഇന്ദിരാഗാന്ധി നേതാവ് തന്നെയാണ്, എന്താ സംശയം? ആയിരുന്നു, ഇപ്പോഴല്ല. ഓക്കെ, അപ്പോൾ അഭിനേതാവ് ആണെങ്കിൽ പോലും മ്യൂസീഷ്യൻ, ലൈറ്റ് ഡിസൈനർ, കോസ്റ്റ്യൂം ഡിസൈനർ, സെറ്റ് ഡിസൈനർ, ഇങ്ങനെയുള്ള ഒരു സംഘം ചേർന്നിട്ടാണ് ഒന്നിച്ച് മിനിമം 3 മാസമെങ്കിലും വെൽ റിഹേഴ്സ്ഡായിട്ട് ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് എന്താ പറയുക, സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത മൊമെൻറ്റ് മുതൽ അതിൻ്റെ ഡിസ്കഷൻസിലൂടെ ഇവരുണ്ടാക്കുന്ന ഇത്രയും ആർട്ടിസ്റ്റുകൾ ഒന്നിച്ചിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടാകുന്ന ഒരു പ്രോഡക്റ്റാണ് നമുക്ക് ഈവൻ മറ്റേ ഏകാംഗ നാടകത്തിൽ പോലും സംഭവിക്കുന്നത്. അപ്പോൾ നാടകം എന്ന് പറഞ്ഞാൽ ഒരു നാടകം സെലക്ട് ചെയ്യുന്നത് മുതൽ അതിൻ്റെ ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്തത് സംവിധായകൻ ഒറ്റയ്ക്കെന്നല്ല, എല്ലാവരും കൂടിയിട്ട് അത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എല്ലാവരും കൂടിയേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. പക്ഷേ ക്ലാസിക്കൽ ഫോംസിലാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വലി ഫോം പഠിക്കാൻ പറ്റും. പിന്നെ മറ്റ് ആക്ടേഴ്സിൻ്റെ കൂടെ അവരവർ പഠിച്ചത് അങ്ങ് ചെയ്യുക, അങ്ങനെ ഒരു രീതി പറ്റും. അത് ക്ലാസിക്കൽ ഫോംസിൽ പറ്റും. അതുകൊണ്ട് ഞാൻ ക്ലാസിക്കൽ ഫോംസ് എൻസെമ്പിൾ ആർട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പറയുന്നത് തെറ്റാണോ അല്ലയോ എന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഞാനത് അങ്ങനെ തന്നെ 100% വിശ്വസിക്കുന്നു. എനിക്ക് യാതൊരു തരം തിയറിറ്റിക്കൽ ബേസും ഇതിലില്ല. എൻസെമ്പിൾ ആവാറുണ്ട് ക്ലാസിക്കൽ ഫോംസ്. എങ്ങനെയെന്നു അത് അവിടുത്തെ ആക്ടേഴ്സും മ്യൂസീഷ്യൻസും അവർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ അവർ എവിടെ അണിയറയിൽ ഇരുന്നിട്ടൊരു ചെറിയ ഡിസ്കഷന് ശേഷം മാത്രം സംഭവിക്കുന്നത്. ഇവിടെ നാടകമാണെങ്കിൽ 3-4 മാസമാണ് ഒന്നിച്ച് പണിയെടുക്കുന്നത്. അങ്ങനെ സംഘമായിക്കൊണ്ട് മാത്രമാണ് നാടകം ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ അവിടെ അങ്ങനെയല്ല. നാടകത്തിന് എന്താ കാരണം എന്ന് വെച്ചാൽ നാടകം ഈസ് എ ഫോംലെസ് ഫോം ആൻഡ് ദാറ്റ് ഈസ് ദി സ്ട്രെങ്ത് ഓഫ് ദി ഫോം ഓഫ് തിയേറ്റർ. നാടകത്തിൻ്റെ ഗുണവുമാണത്. കാരണം അങ്ങനെ നിയതമായിട്ടൊരു ഫോമൊന്നും പറയാൻ പറ്റില്ല. ആ ഫോം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ ഫോം അത്രയേറെ ശക്തവുമാവുന്നത്. അതുകൊണ്ടാണ് ഏത് മൊമെൻറ്റിലും ഏത് സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളിലും കൃത്യമായിട്ടും ഒരു തിയേറ്റർ ആർട്ടിസ്റ്റിന് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അജിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ പറ്റുന്നത്, അതല്ലെങ്കിൽ കൃത്യമായിട്ട് പാസീവ് ആവാൻ പറ്റുന്നത്. ഇങ്ങനെ എല്ലാ സാധ്യതകളും ഉണ്ട്. അത് തിയേറ്ററിൻ്റെ ഹൈറ്റാണ്. വേറൊരു ഫോമിന് അത് പറ്റില്ല. അതുകൊണ്ടാണ് തിയേറ്റർ ഈസ് ആൻ എൻസെമ്പിൾ ഫോം എന്ന് ഞാൻ പറയുന്നത്. ഇങ്ങനെ സംഘപ്രവർത്തനമാണ് എന്ന രീതിയിൽ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളോടാണ് പറയുന്നത്. നാടകം അങ്ങനെയാണെന്ന് ഉറപ്പായാൽ മക്കളെ സ്വാഭാവികമായിട്ടും അത് ആ പ്രവർത്തനത്തിനെ ലീഡ് ചെയ്യാൻ ഒരാൾ വേണ്ടി വരില്ലേ? സ്വാഭാവികമായിട്ടൊരു ലീഡർ ഉണ്ടാവും. സംശയമുണ്ടോ? നിങ്ങൾ ക്ലാസ് ലീഡറെ തിരഞ്ഞെടുക്കാറില്ലേ?
അല്ലെങ്കിൽ സ്കൂൾ ലീഡറെ തിരഞ്ഞെടുക്കാറില്ലേ? അതല്ലെങ്കിൽ ഇങ്ങനെ ലീഡേഴ്സിനെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു രീതിയുണ്ട്. ഇപ്പോൾ ഒരു ഓഫീസാണെങ്കിൽ ഓഫീസിൽ കുറേ ക്ലർക്കുമാരുണ്ടാകും, അതിൻ്റെ മീതെ അല്ലെങ്കിൽ വാട്ടെവർ എന്താ ചെയ്യിക്കോട്ടെ, അവർക്കൊരു ഹെഡ് ഉണ്ടാവും. യൂണിവേഴ്സിറ്റിയിൽ ആണെങ്കിൽ വി സി പോലെയുള്ള വലിയ വലിയ ആളുകളുണ്ടാവും. എവിടെയായാലും ശരി, എ ലീഡർ ഈസ് ദർ. നാടക സംഘത്തിലും അങ്ങനൊരു ഈ എത്രമാത്രം സംഘപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാലും ശരി, അവിടെ ഒരു ലീഡർ അറിയാതെ ഉണ്ടാവും. ആ ലീഡറെ ഡിക്റ്റേറ്റർ ആക്കാതിരിക്കുക എന്നുള്ളത് ബാക്കിയുള്ളവരുടെ ഉത്തരവാദിത്വം. അത് വേറെ വിഷയം, അത് അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. ബട്ട് ദർ ഇസ് എ ലീഡർ ഫോർ എല്ലാവർക്കും ആവശ്യമാണ്. ആ ലീഡർ ഒരു പക്ഷേ നാടക സംഘത്തിൽ സ്വാഭാവികമായിട്ടും, നാടക സംഘം എന്ന് ഞാൻ പറയുമ്പോൾ നാടക സമിതിയല്ല, നാടകം കളിക്കുന്നവരും അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരും ആയവരുടെ ലീഡർ സംവിധായകനായിരിക്കും. സംശയമുണ്ടോ? അങ്ങനെ ഒരു സംവിധായകൻ, ലീഡറായിട്ടുള്ളൊരു സംവിധായകനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഈ നാടക സംവിധായകൻ സംഘാടകനാവണം എന്നാണ് പറഞ്ഞത്, അല്ലേ? എന്ന് വെച്ചാൽ ഞാൻ വീണ്ടും പറയട്ടെ, അണിയറയിൽ പ്രവർത്തിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഡിസൈനർ, സെറ്റ് ഡിസൈനർ, മ്യൂസിക് ഡിസൈനർ, പിന്നെ ആരൊക്കെയാണോ, മേക്കപ്പ്, കോസ്റ്റ്യൂം, ഇങ്ങനെ ഒരുപാട് എന്തൊക്കെയോ ഇപ്പോൾ കുറേ വാക്കുകൾ കുറേ ഉണ്ട്. അത് മുഴുവൻ എന്തായാലും ശരി, ദേ ആർ ഓൾ വർക്കിംഗ്. അവരെല്ലാവരും ഒരു നാടകത്തിൻ്റെ ഏറ്റവും കൃത്യമായ സംവേദനത്തിനായി, പ്രേക്ഷകരുമായുള്ള സംവേദനത്തിനായി അണിയറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ കൂടെ അതിനെ ഏറ്റവും കൃത്യമായി പ്രസൻറ്റ് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത് അഭിനേതാക്കളും. അങ്ങനെ എല്ലാവരും ഒന്നിച്ചു പ്രവർത്തിക്കുന്ന ഈ സംഘത്തിനെ മുഴുവൻ കൊണ്ടു നടക്കാൻ മാത്രം ശക്തി സംവിധായകനുണ്ടാവണം. ആ സംഘാടനത്തിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എങ്ങനെയാണ് ഒരു നാടകം കളിച്ചാൽ എത്ര പണം കിട്ടും, എങ്ങനെ എവിടെ നിന്നൊക്കെയാണ് പൈസ സംഘടിപ്പിക്കേണ്ടത്, അതിൻ്റെ മൈക്ക് ചാർജ് എത്രയോ, ഓഡിറ്റോറിയത്തിൻ്റെ ചാർജ് എത്രയോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറേ സെക്രട്ടറിമാരുണ്ടല്ലോ. ആ സംഘാടകത്തിനെക്കുറിച്ചല്ല കേട്ടോ. അപ്പോൾ സംഘാടനം ഈ തരത്തിൽ എന്ന് മാത്രമല്ല, സംഘാടനത്തിൻ്റെ സമയത്ത് ഈ സംവിധായകൻ എന്ന് പറയുന്ന പുരുഷനോ സ്ത്രീയോ ആരായാലും ശരി, ഓരോ ഇൻഡിവിജ്വൽ ആർട്ടിസ്റ്റിനും, മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അസിസ്റ്റൻ്റ്, ലൈറ്റ് ഡിസൈനറുടെ അസിസ്റ്റൻ്റ്, ഈ അസിസ്റ്റൻസ് മുതൽ ഉള്ള ഈ നാടകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് നെഗ്ലിജിബിൾ എന്നൊക്കെ പറഞ്ഞ് മാറ്റുന്ന കുറേ ആളുകളുണ്ട്. അവർ പോലും ഈ സംവിധായകൻ്റെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം. അവരുടെയൊക്കെ ഒരു നാടകത്തിൻ്റെ 3, 4, 5, 6, നമുക്കൊക്കെ കേരളത്തിലായതുകൊണ്ട് മാക്സിമം നമുക്ക് 4 മാസം വരെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുമോ. അല്ലാത്തതുള്ള സാമ്പത്തികാവസ്ഥയുള്ള എത്ര തിയേറ്റർ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇത് തന്നെ കുറച്ച് അധികമാണ് എന്നും എനിക്കറിയാം. അത്രയും കാലം ഈ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവരിലുണ്ടാവുന്ന ഓരോ ചെറു അനുരണനങ്ങളിലും പോസിറ്റീവായിട്ടും എങ്ങനെയാണ് വിവേകപൂർവം അവരോടൊക്കെ പെരുമാറുക, അങ്ങനെ അവരെയൊക്കെ ഒന്നിപ്പിച്ചു നിർത്തുക എന്ന രീതിയിൽ, എന്തിനു വേണ്ടിയിട്ട്, ഈ നാടകത്തിൻ്റെ കൃത്യമായ ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്നിപ്പിച്ചു നിർത്തുന്നതിൻ്റെ ഒരു സംഘാടന ചാതുര്യം സംവിധായകന് വളരെയേറെ ആവശ്യമാണ്. വെറുതെ ബഹളം വയ്ക്കുക, ചീത്ത പറയുക, ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനൊക്കെ പ്രശ്നമുണ്ടാക്കുക. ഐ ആം ദ ഓൺലി ഡയറക്ടർ, ഐ ആം ദി ഓൺലി വൺ ഹു നോ തിയേറ്റർ എന്നൊക്കെ വിചാരിക്കുന്ന കുറേ എന്നെപ്പോലെയൊക്കെയുള്ള സംവിധായകരുണ്ടാവും. അവരെയൊക്കെ അവരെയൊക്കെ ഒഴിവാക്ക്. അങ്ങനെയൊന്നല്ലാതെ എത്രമാത്രം മാനസിക സംയമനത്തോട് കൂടിയിട്ട് പ്രേക്ഷകരോട് നാടകകാര്യം സംവദിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഓരോ
നെഗ്ലിജിബിളാക്കി മാറ്റി നിർത്തപ്പെടുന്ന കലാകാരന്മാരുണ്ട് നാടകവേദിയിൽ. അവരെ കൂടി ഒന്നിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ മാത്രമുള്ള ശക്തിയുള്ളവൻ മാത്രമാണ് നല്ല സംവിധായകനാവുള്ളൂ. സംശയമൊന്നുമില്ല. ആ സംഘാടന ചാതുര്യം ആ നാടകത്തിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള സംവേദനത്തിനാണ് സാധ്യതയൊരുക്കുന്നത് സംവിധായകൻ. സംവിധായകനുള്ള ഒരു ഗുണം. ഈ സംവിധായകന് ഇനിയും കുറേ ഗുണങ്ങൾ വേണം. ഈ നാടകത്തിൻ്റെ തുടക്കകാലത്ത് ചിലപ്പോൾ ഈ അസിസ്റ്റൻസിനൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ അഭിനേതാക്കളും ടെക്നിക്കൽ ഡിസൈനേഴ്സും സാങ്കേതിക വിദഗ്ധരും അഭിനേതാക്കളും ഒന്നിച്ചുണ്ടായിരിക്കും എന്നതാണ് ഐഡിയൽ സിറ്റുവേഷൻ. കേരളത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ സംശയമൊക്കെ ഉണ്ട്. അത് പോട്ടെ, നമുക്ക് പലപ്പോഴും ഈ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ ഐഡിയൽ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ പറ്റൂ. അപ്പോൾ അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരും ഒന്നിച്ചുള്ള ഒരു അന്തരീക്ഷത്തിൽ നാടകത്തിനെ കൃത്യമായി എങ്ങനെ ആണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, അവരുമായി എങ്ങനെയാണ് സംവദിക്കേണ്ടത്, അവരിൽ നിന്നും എന്തൊക്കെ സ്വീകരിക്കാൻ മാത്രം മാനസിക വിശാലത ഉണ്ടായിരിക്കണം, അവർക്ക് നിശ്ചയമില്ലാത്ത കാര്യങ്ങളെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു നാടകത്തിൽ ഒരുപാട് ചില മറ്റേ ഇപ്പോൾ നല്ല എന്താ പറയണ്ടേ, ഇപ്പോൾ ഈഡിപ്പസ് റെക്സ് എടുക്കുന്നു. ഈഡിപ്പസ് രാജാവൊക്കെ ആണെങ്കിൽ കാഡ്മസ് ഫാമിലിയുടെ ഹിസ്റ്ററി ഒന്നും ഒരു പക്ഷേ ആക്ടേഴ്സ് നിശ്ചയമുണ്ടാവില്ല. ചിലപ്പോൾ അത് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ തൈറേഷ്യസിന് 2 ജന്മം ഉണ്ടായിരുന്നു എന്നൊക്കെ ആരാ പറഞ്ഞു കൊടുക്കുക? സംവിധായകൻ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. പുരുഷനായിട്ടും സ്ത്രീയായിട്ടും ജീവിച്ചൊരു മനുഷ്യനല്ലേ തൈറേഷ്യസ്. അതുപോലെ നാരദൻ അങ്ങനെയല്ലേ. അങ്ങനെയൊക്കെയുള്ള കുറേ കൊച്ചു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ആ തരത്തിൽ ആക്ട് ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ക്യാരക്ടർ ഇന്ന കാര്യങ്ങൾ പറയുക എന്ന് അന്വേഷിക്കുമ്പോൾ ആ ക്യാരക്ടറിന് ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ആ ക്യാരക്ടറിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ആ കാര്യം എങ്ങനെ. ഇനി ഒന്നും വേണ്ട, വളരെ കണ്ടംപററി ആയിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ ഇപ്പോൾ മേരി ലോറൻസ് പോലെ PM താജിൻ്റെ ഒരു പ്ലേ, അവിടെ മേരിയും ലോറൻസും ഒന്നും മിത്തിക്കൽ ക്യാരക്ടേഴ്സൊന്നുമല്ല, അല്ലെങ്കിൽ പുരാണ കഥാപാത്രങ്ങളൊന്നുമല്ല. അപ്പം മേരി എന്ന പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ലോറൻസ് എന്ന മറ്റേ നായകന് ഇവർക്ക് രണ്ടുപേരുടെ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ജീവക്രമം, അവരെങ്ങനെയായിരുന്നു ജീവിച്ചത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ഈ സംവിധായകൻ ഈ അഭിനേതാക്കൾക്കും ടെക്നിക്കൽ ഡിസൈനേഴ്സിനും ചിലപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവരുമായിട്ടും കൃത്യമായിട്ട് സംവദിക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് കൃത്യമായിട്ട് ഷെയർ ചെയ്യുക എന്ന് മാത്രമല്ല. ഈ നാടകം ഒരു നാടകസംഘം സെലക്ട് ചെയ്ത ഈ സംവിധായകൻ മാത്രമൊന്നുമല്ല വായിക്കുന്നത്, എല്ലാവരും വായിക്കുന്നുണ്ട്. ഈ വായിക്കുന്നവർ മുഴുവൻ അവർക്ക് ഓരോരുത്തർക്കും അവരുടെ മനസ്സിൽ അവരുടേതായിട്ടുള്ള ചിത്രങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിസ്കഷൻസ് നടക്കും. ആ ഡിസ്കഷൻസിലൊക്കെ ഇന്ന കാര്യങ്ങൾ ഇന്ന പ്രശ്നങ്ങളെ കൊണ്ട് ഇന്ന രീതിയിൽ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ മാത്രമുള്ള ഒരു അധ്യാപന ചാതുര്യം സംവിധായകന് വേണം. അപ്പോൾ വെറുതെ സംഘാടകനായിട്ട് കാര്യമൊന്നുമില്ല, അധ്യാപകനും കൂടി ആവേണ്ടി വരും. അധ്യാപകൻ ആവുക, സംഘാടകനാകുമ്പോൾ ഓരോരുത്തരുടെയും വേദനകളും സന്തോഷങ്ങളും ദുഃഖങ്ങളും പരാതികളും എല്ലാം സമരസപ്പെടുത്തുക, അവരെയൊക്കെ ഒന്നിച്ചു കൊണ്ടുപോവുക, അങ്ങനെ പോകുന്നു. അധ്യാപകനാകുമ്പോൾ ഓരോ നാടകത്തിൻ്റെ ഓരോ കഥാപാത്രത്തിൻ്റെ അവസ്ഥകൾ ഇത് അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോരുത്തരെയും പഠിപ്പിച്ചു പോകുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യം. ഇതിൽ ഇത്രയെന്ന് നിന്നാൽ ഇപ്പോൾ സംവിധായകനാവുകയൊന്നുമില്ല. ഈ സംവിധായകൻ കൃത്യമായിട്ടും ഹി ഹാസ് ടു ബി എ ഗുഡ് ട്രെയിനർ. കൃത്യമായിട്ടും പരിശീലിപ്പിക്കാൻ നിശ്ചയമുള്ള ഒരാൾക്ക് നല്ല സംവിധായകനാകാൻ പറ്റൂ. പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എങ്ങനെയാണത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നറിയില്ല. കാരണം നമുക്ക് തിയേറ്ററിൽ, ഞാൻ വീണ്ടും പറയട്ടെ, നമ്മുടെ ഫോമില്ലാത്ത ഫോമാണല്ലോ.
രൂപമില്ലാത്ത രൂപമാണ്, അല്ലെങ്കിൽ അരൂപ രൂപമാണ് തിയേറ്റർ. അപ്പോൾ ഓരോ നാടകത്തിനും ആ നാടകത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള രംഗചലനങ്ങളും ബിംബ സൃഷ്ടികളും ഒക്കെയാണ് സംഭവിക്കുക. അപ്പോൾ ഓരോ ആക്ടറും എങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്യുക, എങ്ങനെയൊക്കെയാണ് സംഭാഷണം ഉരുവിടുക, എങ്ങനെയാണ് സംഗീതത്തിനനുസരിച്ച് ഭാവപ്രകാശനം നടത്തുക, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. എങ്ങനെയാണ് ലൈറ്റിനോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ആ ആക്ടർ പൊസിഷൻസിൻ്റെ കാര്യങ്ങൾ കീപ്പ് ചെയ്യുക, അങ്ങനെ വളരെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ഒരു പക്ഷേ പരിശീലിപ്പിക്കാൻ ഈ സംവിധായകൻ തന്നെ വേണം. പരിശീലകനാവണം. നിങ്ങൾ ഈ കഥകളി ടീച്ചേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടോ, ആശാന്മാരെ? അത് നമുക്ക് വളരെയേറെ സ്വീകാര്യമാവുന്നൊരു മെത്തേഡാണ്. പക്ഷേ നിങ്ങൾക്കത് അതേപോലെ അഡാപ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം അവർക്ക് ഫോം ഉണ്ട്, ആ ഫോം വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത് എന്ന് മാത്രമല്ല കൃത്യം സംഗീതം, കൃത്യം താളം, ഇതൊക്കെ വെച്ചിട്ടാണ് അവർ കളിക്കുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിലൊരു സ്പിരിറ്റ് വി കൻ അഡാപ്റ്റ്. നമുക്കങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഊർജിതാശയ പാർത്ഥിക തവ ഞാൻ ഉപകാരം കുര്യാം എന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ കോല വിലോചനെ ബാലേ ഭൈമി കിസലയാധരേ ചാരുശീലേ എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ ഈ എനി പദം പഠിപ്പിക്കുമ്പോൾ ഈ ആശാന്മാർ വലത് കയ്യിൽ അവരുടെ മുന്നിലുള്ള മുട്ടിമ്പിൽ ഇങ്ങനെ താളം പിടിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഈ ഇടത് കൈ കൊണ്ട് ഇങ്ങനെ മുദ്രകളുടെ രൂപങ്ങൾ കാണിച്ചു കൊടുക്കുന്നൊരു രീതി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ വെറും ഫോമിൽ മാത്രമാണ് ഈ കഥകളി ടീച്ചേഴ്സ് നിൽക്കുന്നത്. അതിൻ്റെ ക്രിയേറ്റീവ് സൈഡ് ആ സമയത്ത് ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ കുവല വിലോചനെ ബാലേ ഭൈമി കിസലയാധരെ ചാരുശീലേ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ളൊരു പ്രണയത്തിൻ്റെയും അതിൻ്റെ ഒരു മാർദ്ദവത്തിൻ്റെയും അതിൻ്റെ ഒരു അത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവില്ലേ അത് എത്രമാത്രം പ്രണയാതുരനായിക്കൊണ്ടാണ് നളൻ ഭൈമിയോട് സംസാരിക്കുന്നത് എന്നൊക്കെ. അതൊന്നല്ലോ അവിടെ എങ്ങനെയാണ് കിസലയം എന്ന മുദ്ര കാണിക്കുന്നത്, എങ്ങനെയാണ് കുവലയം എന്ന മുദ്ര കാണിക്കുന്നത്, അവിടെ ചുഴുപ്പ് എങ്ങനെയാണ്, അവിടെ വിരലുകൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അതിൻ്റെ ചലനങ്ങൾ, വിരലിൻ്റെ ചലനം എങ്ങനെയാണ്, ഇങ്ങനെ ഓരോ എലമെൻറ്റുമാണ് ഈ ടീച്ചർ അല്ലെങ്കിൽ ഈ ആശാൻ ഈ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ അകത്ത് മനസ്സിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ നാടകത്തിലും ആക്ടേഴ്സിനോട് നിങ്ങൾ വലത് ഭാഗത്ത് നിന്ന് സ്റ്റേജ് റൈറ്റിൽ നിന്ന് സ്റ്റേജ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യൂ. ആ മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ഇൻറ്റൻഷനാണുള്ളത്, പക്ഷെ നിങ്ങളുടെ ബോഡി അതിന് വേണ്ടത്ര സഹകരിക്കുന്നില്ല. ദെൻ ഹൗ യു ക്യാൻ മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓർ റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് ചോദിക്കുന്നു. ഈ സംവിധായകന് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു രൂപഘടന മനസ്സിലുണ്ടായിരിക്കും. പക്ഷെ നടൻ്റെ ശരീരം, ശബ്ദം, ചലന രീതിയൊക്കെ വ്യത്യാസമാണ്. പക്ഷെ നടനെ ആ പെർട്ടിക്കുലർ നടനെ, നടിയെ, ഞാൻ അഭിനേതാവ് ഇതിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വാക്കുകൾ വരില്ല, ക്ഷമിക്കുക. പെൺകുട്ടികളിത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അഭിനേതാവ് എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. സ്ത്രീ ആയാലും പുരുഷനായാലും എങ്ങനെ മൂവ് ചെയ്യണം എന്ന് പറയുമ്പോൾ സംവിധായകൻ്റെ മനസ്സിലൊരു രൂപമുണ്ടെങ്കിൽ പോലും ഈ അഭിനേതാവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ക്യാരക്ടറിൻ്റെ എസൻസ് പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് പരിശീലിപ്പിക്കാനായിക്കൊണ്ടുള്ള ഒരുപാട് എക്സസൈസ് പാറ്റേൺസും പല രീതിയിലുള്ള എന്താ പറയണ്ടേ ക്രിയകളും സജസ്റ്റ് ചെയ്യാൻ സംവിധായകന് നിശ്ചയുണ്ടാവണം. എങ്ങനെയാണ് അങ്ങനെ അഭിനേതാവിനെ പരിശീലിപ്പിച്ചെടുക്കണം. കാരണം ഒരു പക്ഷേ ആ അഭിനേതാവ് മൂവ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രീതിങ് റിഥമായിരിക്കും അതിനെ ബ്രേക്ക് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഈ മനുഷ്യൻ മൂവ് ചെയ്യുമ്പോൾ കാലിൻ്റെ വിരലുകൾ ആ പാദങ്ങൾ വെച്ചാണ് മൂവ് ചെയ്യുന്നത്, അതോ ഈ ഉപ്പൂറ്റിയോ മടമ്പ് വെച്ചാണോ മൂവ് ചെയ്യുന്നത്, ഏത് തരത്തിലാണ് ഇയാൾ കൃത്യമായിട്ടും അഡ്വാൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ ചലനത്തിനുണ്ടാവുന്ന
വ്യത്യാസം എന്ത്, എങ്ങനെയാണ് ആ സമയത്ത് ഇയാളുടെ ഷോൾഡർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അബ്ഡമൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ബട്ടക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, മുട്ട് കാൽമുട്ട്, ഈവൻ ആ സമയത്ത് കൈകൾ മുന്നോട്ടേക്കാണോ ബാക്കിലേക്ക് കെട്ടിയിട്ടാണോ തലയിൽ പിടിച്ചിട്ടാണോ, ഇയാളുടെ കയ്യിൽ വല്ല പ്രോപ്പർട്ടിയുമുണ്ടോ, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള രീതിയിൽ ഈ ആക്ടറെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാനുള്ള ഒരാശായ്മ. ഇപ്പോൾ ധരണി ഇങ്ങനെ അവർ കൈ ഇങ്ങനെ ഇടും, എന്നിട്ട് ഇവർ കൈ ഇങ്ങനെ പൊക്കും, മുന്നോട്ടേക്ക് പിന്നോട്ടേക്ക് മൂവ് ചെയ്യൂ, പരത്തി ചവിട്ടു, താണു നിൽക്കൂ, എന്നിട്ട് ചുഴുപ്പെടുക്കൂ, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ പറയുന്നിട്ട് അടുത്ത് ഇന്ന സമയത്ത് മുദ്ര എടുക്കൂ എന്നൊക്കെ ഈ ആശാൻ ഇങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ഈ ഒരു പാറ്റേൺ പഠിച്ചെടുക്കുക. പക്ഷെ അതല്ല നമ്മൾ ചെയ്യുന്നത്. ഒഥല്ലോ എങ്ങനെയാണ് ഡെസ്ഡിമോണയുടെ അടുത്തേക്ക് പോകുന്നത്, അവളെ മനസ്സിനകത്ത് അവളെ വധിക്കാനുള്ള ചിന്തയാണ്. പക്ഷെ നിഷ്കളങ്കമായിട്ടുള്ള ആ മുഖം കാണുമ്പോൾ എന്താണ് ഒഥല്ലോൻ്റെ മനസ്സിലുണ്ടാകുന്നത്? ഇങ്ങനെ കുറേ ഘടകങ്ങൾ ആ സമയത്ത് ബോഡിയിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം എന്നതിൻ്റെയൊക്കെ കൊച്ചു 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 കാര്യങ്ങൾ ഇങ്ങനെ സജസ്റ്റ് ചെയ്യാം. പക്ഷേ യു ഷുഡ് ഡു ദാറ്റ് എന്ന രീതിയിൽ പറയുകയുമില്ല ഒരു നല്ല സംവിധായകനും. കാരണം ആക്ടറുടെ ബോഡി, ബ്രീതിങ് റിഥം എല്ലാം ഡിഫറൻ്റ് ആയതുകൊണ്ട് ഈ സംവിധായകൻ്റെ മനസ്സിലുള്ള പോലെ അല്ലാത്ത ചില റിസൾട്ടുകൾ തരും. അതിനെ കൃത്യമായിട്ട് കൺസീവ് ചെയ്തിട്ട് നമ്മുടേതാക്കി മാറ്റിയെടുത്തുകൊണ്ട് അതിൻ്റെ കൃത്യത ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ശക്തി സംവിധായകനുണ്ടാവണം. അപ്പം പരിശീലകനാകുന്ന അതേ മൊമെൻറ്റിൽ തന്നെ കൃത്യമായിട്ട് വാച്ച് ചെയ്യാനും അതെന്തെന്ന് മനസ്സിലാക്കാനും, അത് ഞാൻ എന്തുകൊണ്ട് ഈ ആക്ടറോട് ഇങ്ങനെയൊക്കെ പറയുന്നു, എന്തിനാണിത് പറയുന്നത്, എന്താണ് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന റിസൾട്ട് എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുപോകാനുള്ള അറിവ്, ഈ ആശായ്മ സംവിധായകനുണ്ടായിരിക്കണം. അപ്പോൾ സംഘാടകനാവണം, അധ്യാപകനാവണം, ഈ ട്രെയിനർ, ആശായ്മ എന്നുള്ള എലമെൻ്റ് കൂടി വേണം. ഇതിൻ്റെ കൂടെ ഇനി ചേർക്കാനുള്ളത് എന്താണ്? എല്ലാവർക്കും അറിയാം, വ്യാഖ്യാതാവ് കൂടിയാവണം. എന്നുവെച്ചാൽ ആക്ടേഴ്സിനെ കൊണ്ട്, അഭിനേതാക്കളെ കൊണ്ട് ഒരു യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ എന്താണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നത് സംവിധായകന് കൃത്യമായിട്ടുള്ള ധാരണ വേണം. സംവിധായകന് കൃത്യമായിട്ടും ഒരു വ്യാഖ്യാനം വേണം. അതേ വ്യാഖ്യാനത്തിൻ്റെ വിവിധ തലങ്ങളാണ് പ്രേക്ഷകരിലേക്ക് സംവേദിക്കപ്പെടുക. പക്ഷേ ആ വ്യാഖ്യാനത്തിന് കൃത്യത ഉണ്ടാവുന്നതിന് വേണ്ടി ഈ ഓരോ ആക്ടറും എന്തു ചെയ്യണം എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബോധവും സംവിധായകനുണ്ടാവണം. എന്ന് മാത്രമല്ല, ഇപ്പോൾ പ്ലാറ്റോണിക് ലവ്, ഭൗതികാതീതമായ ഒരു ലോകത്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ശാകുന്തളനെ കുറിച്ച് പറയാമല്ലോ. കശ്യപാശ്രമത്തിൽ എത്തിയിട്ട് ദുഷ്യന്തനും ശകുന്തളയും കൂടിയുള്ള സമാഗമം എത്തുമ്പോൾ മാത്രമാണ് പ്രണയം എത്തുന്നത്, സാഫല്യത്തിലെത്തുന്നത്. ഇതൊരു കൺവെൻഷനലായിട്ട് ചെയ്യുന്ന ശാകുന്തളം. പക്ഷെ ഞാൻ ചെയ്യുന്ന ശാകുന്തളം നേരെ തിരിച്ച്. എവിടുന്ന്? മോതിരം ലഭിക്കുന്നത് മുതലാണ് ശാകുന്തളം ആരംഭിക്കുന്നതെങ്കിലോ. കാരണം ദുഷ്യന്തൻ്റെ കുറ്റബോധങ്ങൾ പുരുഷൻ എന്ന രീതിയിൽ ജീവിതത്തിൽ മുഴുവൻ ചെയ്ത ഒരുപാട് ദുഷ്കൃത്യങ്ങൾ, ദുഷ്ക്രിയകൾ, അതിൻ്റെയൊക്കെ തിരിച്ചുള്ളൊരു ബോധവും അതിൽ നിന്നുണ്ടാവുന്ന വിലാപങ്ങളും, ഈവൻ സ്വന്തം പ്രണയിനിയുടെ ഒരു ചിത്രം വരയ്ക്കാൻ പോലും
സാധ്യതയില്ലാതെ അല്ലെങ്കിൽ ആ നിറങ്ങൾ മുഴുവൻ തട്ടി താഴെ ഇട്ട് വീണു പോകുന്ന ഒരവസ്ഥയിൽ വരെ സ്വന്തം ജീവിതത്തിൻ്റെ നിറങ്ങൾ മുഴുവൻ തൻ്റെ കാൽ കീഴിൽ അമർന്ന് പരക്കുകയാണ്, അതൊന്നും തൊടാൻ പോലും പറ്റാതെ. അങ്ങനെയൊക്കെയുള്ള ഒരു പുരുഷൻ്റെ ഒരു വല്ലാത്ത എന്താ പറയണ്ടേ എന്താ പറയണ്ട എന്താണ് പറയുക, സ്വയം നിന്ദിക്കപ്പെടുന്നതിന് എന്താ വാക്ക്, അതെ, ആത്മനിന്ദ. ഈ ആത്മനിന്ദയുടെ ഒരു വല്ലാത്ത എക്സ്പ്രഷൻ ആയിക്കൊണ്ട് ഓരോ പുരുഷനെയും സ്വന്തം ജീവിതത്തിൽ സ്വന്തം സ്ത്രീയോട് അല്ലെങ്കിൽ അയാൾ കൺഫ്രണ്ട് ചെയ്ത സ്ത്രീകളോട് മുഴുവൻ പുരുഷൻ ചെയ്ത ദുഷ്കൃത്യങ്ങളെക്കുറിച്ച് മുഴുവൻ പുരുഷന്മാരെ ടോർച്ചർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ, ഒരു വ്യാഖ്യാനവുമായിട്ടാണ് ഒരു സംവിധായകൻ വരുന്നതെങ്കിൽ അതിനെ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? അത്തരം ഒരു നാടക വ്യാഖ്യാനവുമായി ശാകുന്തളത്തിനെ റീപ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഈ നടന് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? നടനാണല്ലോ ഇത് എക്സ്പ്രസ് ചെയ്യേണ്ടത്, അല്ലാതെ മറ്റേ ഈ സംവിധായകനല്ലല്ലോ. സംവിധായകൻ ഈ നാടകം കളിക്കുന്ന മൊമെൻറ്റ് വരെയല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അരങ്ങത്ത് കയറിയാൽ പിന്നെ നടന്മാരുടെയാണല്ലോ നാടകം. അപ്പോൾ ഈ നടന് അതിന് മാത്രം എക്യുപ്ഡാക്കാൻ വ്യാഖ്യാനങ്ങളെ കൃത്യമായിട്ട് ക്യാരക്ടർ ഇൻ്റർപ്രിട്ടേഷൻ ഓരോരുത്തരുടെയും കൃത്യമായി വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നാടകത്തിൻ്റെ ടോട്ടലായിട്ടുള്ള വ്യാഖ്യാനത്തിൽ എത്തിപ്പിക്കുന്നതിനുള്ള ഈ സംവിധായകൻ്റെ കഴിവ്. അങ്ങനെ അത്രമാത്രം കഴിവ് സംവിധായകന് ഉണ്ടെങ്കിൽ മാത്രമേ നാടകം കൃത്യമായിട്ടുള്ള ഒരു പ്രേക്ഷക സംവേദനം നടക്കുകയുള്ളൂ. പ്രേക്ഷകർക്ക് റീതിങ്ക് ചെയ്യാനുള്ള സ്പേസ് അവിടെ വേറെ ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കൃത്യമായിട്ടും A+B=C എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നാടകം മാറും. അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് വളരെ ആംബിഗ്വസ് ആയിട്ട് എങ്ങനെയാണ് നാടകത്തിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാൻ സാധിക്കുക? അപ്പോൾ വ്യാഖ്യാനത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണയുള്ള ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു കലാകാരനായിരിക്കണം സംവിധായകൻ എന്നാണ് പറയുന്നത്. ഈ സംഘാടകൻ, അധ്യാപകൻ, ആശായമ, വ്യാഖ്യാതാവ്, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻസ് ഉള്ള ഒരാൾക്ക് സംവിധായകനാകാൻ പറ്റൂ. ഇതൊക്കെ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഒരു അറിവ് മാത്രമാണ്. അറിവാണോ അല്ലെങ്കിൽ കണ്ടെത്തലാണോ അതോ ഇങ്ങനെയൊക്കെ വേണ്ടതെന്ന് ആരൊക്കെയോ തീരുമാനിച്ചതാണോ ഒന്നും നിശ്ചയില്ല. എന്തായാലും ശരി, മിനിമം ഇങ്ങനെ സംഘാടകനാവുക, പരിശീലകനാവുക, അധ്യാപകനാവുക, വ്യാഖ്യാതാവുക, ഇങ്ങനെ പല എലമെൻറ്റുകളും ഗുണപരമാണ് എന്ന് തന്നെയാണ് എൻ്റെയും ഒരു അഭിപ്രായം. ഈ വ്യാഖ്യാനത്തിൻ്റെ കാര്യത്തിൽ ഇതിപ്പോൾ സംവിധായകൻ മാത്രമല്ല, ആക്ടേഴ്സിൻ്റെ വ്യാഖ്യാനമുണ്ട്, സെറ്റ് ഡിസൈനർക്കുണ്ട്, ലൈറ്റ് ഡിസൈനർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ടോട്ടൽ എല്ലാവരുടെയും വ്യാഖ്യാനങ്ങളെ ഒന്നിപ്പിച്ച് എൻകാപ്സുലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അത് കൃത്യതയോടുകൂടി എന്താ പറയുക പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കാനുള്ള കൃത്യമായിട്ടുള്ളൊരു ഡിസൈൻ ഉണ്ടാക്കി രൂപപ്പെടുത്തിയെടുക്കുന്നത് സംവിധായകനാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഈ സംവിധായകൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഒരു കാലമുണ്ടായിരുന്നു. ആദ്യകാലത്ത് നാടകൃത്തിനാണല്ലോ നാടകം കൃത്യമായിട്ട് അറിയുക. അപ്പോൾ നാടകൃത്താണ് പവർ ചെയ്യുന്നൊരു കാര്യമുണ്ടായിരുന്നു. ഈ നാടകൃത്ത് ഓവർ പവർ ചെയ്യുന്ന കാലം കഴിഞ്ഞതിന് ശേഷം, കാരണം അവരെ മറികടന്നുകൊണ്ട് പ്രധാന നടൻ, ഈ പഴയ കാലത്തെ നാടകങ്ങളിലൊക്കെ ഈ നായകൻ, നായിക, വില്ലൻ അല്ലെങ്കിൽ പ്രോട്ടഗോണിസ്റ്റ്, ആൻറ്റഗോണിസ്റ്റ്, പിവറ്റൽ ക്യാരക്ടർ എന്നൊക്കെ രീതിയിലുള്ള ഹീറോയിൻ, ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു കാലം. ഇപ്പോഴത്തെ നാടകങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, ഇപ്പോഴത്തെ കലാസങ്കല്പങ്ങളെക്കുറിച്ച് ഒന്നുമല്ല പറയുന്നത്. അതൊന്നും തെറ്റിദ്ധരിക്കരുത്. ചെറിയ കുട്ടികളോടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഈ വലിയവർക്ക് ഇതൊക്കെ ഞാൻ പറയാത്തന്നെ നിശ്ചയമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിൽ ആദ്യകാലത്ത് ഈ നാടകകൃത്തുകൾ വല്ലാതെ ഓവർ പവർ ചെയ്തിരുന്നു. പിന്നെ അവരെ മാറ്റിയിട്ട് ഈ 5-6 നാടകം കളിച്ചോട്ട് പ്രധാന നടന്മാർ പിന്നെ നാടകത്തിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നൊരു രീതി ഉണ്ടായിരുന്നു. നാടക സമിതിയുടെ ഉടമസ്ഥൻ കയറിയിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഹിസ്റ്ററി, നിങ്ങൾ തിയേറ്റർ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പറയും. ഇപ്പോൾ തിയേറ്റർ ഹിസ്റ്ററി പറയുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വം അല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഏരിയ അങ്ങ് വിടുന്നു. പക്ഷേ
സംവിധായകൻ വന്നതിന് ശേഷം അല്ലെങ്കിൽ സംവിധായകൻ ഉരുത്തിരിഞ്ഞതിന് ശേഷം കൃത്യമായിട്ടും ഈ നാടകകൃത്തുക്കൾ സംവിധായകരാകുമ്പോൾ എഴുതിയ നാടകത്തിൻ്റെ ഒരു ട്രാൻസ്ലേഷനാണ്, സ്റ്റേജ് ട്രാൻസ്ലേഷനാണ് സംഭവിക്കുന്നത്. അരങ്ങിലേക്കുള്ള തർജ്ജമ. കാരണം നാടകകൃത്ത് എഴുതി വെച്ച കഥാപാത്രങ്ങൾക്കനുസരിച്ച് അതിന് പറ്റുന്ന രൂപസൗഭാഗ്യമുള്ള നടന്മാരെയും നടികളെയും കണ്ടെത്തിക്കൊണ്ട്, നടികളൊക്കെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വേറെ വിഷയം, ആ തരം കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. എനിവേ, ആ രൂപഘടനയ്ക്കനുസരിച്ച് നാടകകൃത്ത് പറയുന്ന പോലെ എല്ലാ വാക്കുകളും ഉരുവിട്ടുകൊണ്ടുള്ള ഒരു നാടക പ്രയോഗം ആണ് സംഭവിച്ചിരുന്നത്. അപ്പോൾ നാടകകൃത്തിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു അത്. അങ്ങനെയുള്ള ഒരു സ്റ്റേജ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ അരങ്ങിലേക്കുള്ളൊരു തർജ്ജമയല്ലാതെ അരങ്ങിൻ്റെ വ്യാഖ്യാനമായി, അരങ്ങിലൂടെയുള്ള നാടകകൃതിയുടെ വ്യാഖ്യാനമായി മാറുന്ന ഒരു കാലം വരുന്നത് ഈ സംവിധായകരുടെ ഉൽപ്പത്തിക്ക് ശേഷമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. നാടകകൃത്തിന് നാടകം എങ്ങനെയാണ് എഴുതേണ്ടതെന്നറിയാം. സംവിധായകനോ? നാടകകൃത്ത് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ചുറ്റുപാട്, രാഷ്ട്രീയ അന്തരീക്ഷം, അദ്ദേഹത്തിൻ്റെ ജീവിതക്രമം, അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്ന ചുറ്റുപാടുകൾ, അതിൽ നിന്ന് അദ്ദേഹം സ്വാംശീകരിച്ചിട്ടുള്ള കുറേ മൂല്യബോധങ്ങൾ, അദ്ദേഹത്തിൻ്റെ അറിവ്, പഠനം, ഇങ്ങനെ ഒരുപാട് എലമെൻറ്റുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവരൊരു കൃതി എഴുതുന്നത്. ഇപ്പോൾ ചെറുകഥാകൃത്തിനാണെങ്കിലും ശരി, നോവലിസ്റ്റിനാണെങ്കിലും ശരി, ഇവർക്ക് കവിക്കാണെങ്കിലും ശരി, ഒരു 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 ഉൾവിളിയിൽ നിന്ന് അവർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ഒരു ചെറു അനുരണനത്തിൽ നിന്നാണല്ലോ ബാക്കിയൊക്കെ ഉണ്ടാവുന്നത്. നാടകകൃത്തിനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നാടകകൃത്ത് എഴുതി വയ്ക്കുന്നത് നാടക സാഹിത്യമാണ്, അല്ലാതെ അത് അരങ്ങിന് പറ്റിയ സംഗതിയൊന്നുമല്ല. എന്ന് വെച്ചാൽ രംഗത്തിന് വേണ്ട പാഠമല്ല നാടകകൃത്ത് എഴുതി വയ്ക്കുന്നത്. കാരണം രംഗത്തിന് വേണ്ട പാഠം വേണമെങ്കിൽ രംഗത്തിൻ്റെ വേറൊരു വ്യാകരണമുണ്ട്. ആ വ്യാകരണങ്ങൾ അറിയുന്ന ഒരാൾക്ക് ഈ സാഹിത്യ രൂപത്തിനെ രംഗപാഠത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാനൊക്കെ എന്നെക്കുറിച്ചൊക്കെ ആക്ഷേപമുള്ളത് എനിക്കറിയാം. രാജു നാടകകൃതികൾ തൊടില്ലല്ലോ, എപ്പോഴും ചെറുകഥയും നോവലൊക്കെ അല്ലേ തൊടുക എന്ന് പറയും. അതെ, നാടകകൃതിയാണെങ്കിലും മറ്റ് സാഹിത്യരൂപമാണെങ്കിലും അരങ്ങിലേക്ക് വേണ്ടി വീണ്ടും കൃതി ഉണ്ടാക്കണം. പക്ഷേ അതൊരിക്കലും ഈ മൂലകർത്താവിനെ നിഷേധിച്ചു കൊണ്ടാവാൻ പാടില്ല എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടത്ര ബഹുമാനങ്ങൾ കൊടുത്തുകൊണ്ട് മാത്രമേ ഒരു നാടക സംവിധായകൻ ചെയ്യാൻ പാടുള്ളൂ. പറഞ്ഞു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നാടകകൃത്ത് എഴുതി വെച്ച കൃതി സാഹിത്യമാണ്, സംവിധായകൻ ചെയ്യുന്ന രംഗകൃതി ടോട്ടലി ഡിഫറൻ്റാണ്. രംഗകൃതിയിൽ അഭിനേതാക്കൾക്ക് ഉച്ചരിക്കാനുള്ള പാഠങ്ങൾ മാത്രം, വാക്യങ്ങളും മാത്രമായിരിക്കാം നാടകകൃത്തിൽ നിന്ന് സ്വീകരിക്കുന്നത്. ഒരു പക്ഷേ അന്തരീക്ഷവും ചില സമയത്തെങ്കിലും അതും മാറാം. അങ്ങനെയൊക്കെയാണെങ്കിലും ശരി, ടോട്ടലി പൂർണ്ണമായിട്ടും വ്യത്യസ്തമായ ഒരു കലാ രൂപത്തിനെയാണ് സംവിധായകൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നാടകകൃതി സാഹിത്യശാഖയാണ്, നാടകാവതരണം ദൃശ്യകലാശാഖയാണ്. അത് രണ്ടും രണ്ടാണ്. അത് കൃത്യമായിട്ട് തിരിച്ചറിയാനുള്ള ബുദ്ധി നാടക സംവിധായകനുണ്ടായിരിക്കണം. നാടകകൃത്തിനെ ഷേക്സ്പിയറുടെ നാടകം കളിക്കുന്ന സമയത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സംവിധായിക എന്നോട് പറഞ്ഞത്, ലെറ്റ് ഹിം ക്രൗൾ ഇൻ ഹിസ് ഗ്രേവ്, വി ഡോണ്ട് നീഡ് ദിസ് ലോങ് സ്പീച്ച്, ദിസ് മോണോലോഗ് ഈസ് നോട്ട് അറ്റ് ഓൾ നീഡഡ് ഓൺ ദിസ് പെർട്ടിക്കുലർ മൊമെൻറ്റ് എന്നൊരു സംവിധായകൻ പറയുന്നു. ശരിയാണ്.
അങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ആ നാടകത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞെടുക്കുക. ഇപ്പം നേരത്തെ ഇൻ്റർപ്രിട്ടേഷൻ്റെ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു ശാകുന്തളത്തിനെ കുറിച്ച്. അതുപോലെ തന്നെ ഷേക്സ്പിയർ നാടകത്തിൻ്റെയും വിവിധ തരത്തിലേക്കൊക്കെ വ്യാഖ്യാനിച്ചെടുക്കാവുന്ന സാധ്യതകളുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ മോണലോഗ് ആവശ്യമുണ്ടാവില്ല. അത് സാഹിത്യകാരന്മാർ പ്രശസ്തമായ കോട്ടിങ്സ് ആ സംവിധായകൻ അല്ലെങ്കിൽ ആ സംവിധായിക ഉപേക്ഷിച്ചു, ആ നടീനടന്മാരെ അദ്ദേഹം ടോർച്ചർ പീഡിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ വ്യാഖ്യാനിച്ചേക്കാം. അല്ല, അങ്ങനെയല്ല. നാടകകൃതി, രംഗകൃതി തികച്ചും വ്യത്യസ്തമായ ഒരു കലാപ്രകടനമാണെന്നും കലാരൂപമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ നാടകകൃത്തിനോട് വേണ്ടത്ര ബഹുമാനം പുലർത്തിക്കൊണ്ടാണ് ഇങ്ങനൊരു ക്രിയേഷൻ ഉണ്ടാക്കുന്നത്. നാടകകൃത്ത് സ്വന്തം ജീവിതവും സ്വന്തം അനുഭവങ്ങളും സ്വന്തം ചിന്തകളും ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് സ്വന്തം കൃതിക്ക് അസംസ്കൃത വസ്തുവായിട്ട് അല്ലെങ്കിൽ അസംസ്കൃത ഇൻസ്പിരേഷൻ മോട്ടീവ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ നാടക സംവിധായകന് ഈ നാടകകൃതിയാണ് ആദ്യത്തെ ഫുൾ ഫ്ലഡ്ജ്ഡ് ഫോമിലുള്ള രൂപഭദ്രമായ ഒരു വസ്തുവാണ് ആദ്യം തന്നെ അസംസ്കൃത വസ്തുവായി കിട്ടുന്നത്. ജീവിതം രൂപഭദ്രമാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ നോവലിസ്റ്റിനോ ചെറുകഥാകൃത്തിനോ കവിക്കോ ഒന്നും അങ്ങനെ ഒരു കൃത്യതയൊന്നും ഇല്ലാതെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവിച്ച ഒരു വിഷയത്തിൽ നിന്ന് ഏത് വീണപൂവും എഴുതും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു രീതി. അത് ഓരോ കവിയുടെയും മനസ്സിൻ്റെ ഹൈറ്റിൻ്റെ സൗന്ദര്യത്തിനനുസരിച്ചാണ് ഏറ്റവും കൃത്യതയാർന്ന കവിതകൾ അല്ലെങ്കിൽ ചെറുകഥകൾ അല്ലെങ്കിൽ നോവലുകളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ നാടകകൃത്തിനെ അതിൻ്റെ മുന്നേ തന്നെ ഈ നാടകകൃതി എന്ന രൂപഭദ്രമായിട്ടുള്ളൊരു വസ്തു തന്നിട്ട് അതിന്മേൽ നിന്നാണ് ഈ സംവിധായകൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ന് അതിൻ്റെയൊക്കെ രൂപഘടനകൾ മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള പല വ്യത്യാസങ്ങളുമുണ്ട്. ഞാനിത് പ്രിലിമിനറിയാണ് പറയുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഈ നാടകകൃതിയെക്കുറിച്ചൊക്കെ ഇത്രയേറെ സംസാരിക്കുന്നത്. അപ്പോൾ തെറ്റിദ്ധരിക്കരുത്. വലിയവർ പെട്ടെന്ന് ഇയാൾ എന്തൊക്കെ തോന്നിയാസ പറയണമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇറങ്ങി പോയിട്ടുണ്ടാവും ഇല്ലേ? അത് വരട്ടെ, പക്ഷെ കുട്ടികൾ കേട്ടോട്ടെ. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തിരിച്ചറിയുന്നൊരു സംഗതി എന്താണ്? അടിസ്ഥാനമായിട്ട് നാടക സാഹിത്യം എത്രമാത്രം സർഗാത്മകമായിട്ടുള്ള ഒരു റിസൾട്ടാണോ നൽകുന്നത്, അതുപോലെ തന്നെ ഒരു സർഗാത്മകമായ രംഗകൃതിയാണ് സംവിധായകനും പ്രേക്ഷകനും മുന്നിലേക്ക് നൽകുന്നത്. ഇത് രണ്ടും രണ്ട് ആർട്ടാണ്, രണ്ടും സ്വതന്ത്ര കലകളാണ് എന്നാദ്യം തിരിച്ചറിയണം. നാടകകൃത്തിനെ നിഷേധിക്കുകയല്ല, അദ്ദേഹത്തിൻ്റെ എല്ലാ ഗുണങ്ങളെയും സ്വാംശീകരിച്ചുകൊണ്ട് തികച്ചും വ്യത്യസ്തമായിക്കൊണ്ടുള്ള വ്യാഖ്യാനത്തോടു കൂടി അത് അഭിനേതാക്കളുടെയും ടെക്നിക്കൽ ഡിസൈനേഴ്സിൻ്റെയും സഹായത്തോടെയാണ് പ്രേക്ഷകൻ്റെ മുന്നിലേക്ക് നാടക സംഘം വരുന്നത്. നാടക സംഘമാണ് വരുന്നത്, നാടക സംവിധായകൻ ഒറ്റയ്ക്കല്ല. അങ്ങനെ എൻസംബിളായിട്ട് ഒരു സംഘമാണ് പ്രേക്ഷകനോട് സംവദിക്കുന്നത്. ആ സംഘത്തിൻ്റെ ഒരു നായകനായിക്കൊണ്ട് ഒരു എളിയ വ്യക്തിയായിക്കൊണ്ട് മാത്രം മാറി നിൽക്കുന്ന സംവിധായകനാകുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ സർഗാത്മകമായിക്കൊണ്ടുള്ള വ്യത്യസ്ത കൃതികൾ. അപ്പോൾ ഒരു നാടകകൃത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനോട്, അദ്ദേഹത്തിൻ്റെ ചിന്തകളോട്, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥകളോട് ഇതിനോടൊക്കെ സത്യസന്ധനാകുന്നത് പോലെ തന്നെ സംവിധായകൻ ആ നാടകകൃതി തൻ്റെ ജീവിതത്തിൻ്റെയും തൻ്റെ അനുഭവങ്ങളുടെയും തൻ്റേതായിട്ടുള്ള
ചിന്തകളുടെയോ ഒക്കെ ആയിട്ട് സമരസപ്പെട്ടു പോകുന്നത് കൊണ്ട് തന്നെ ആ നാടകകൃത്ത് പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം കൂടി ഇതിലൂടെ പറയാനുള്ള സാധ്യതയുണ്ടല്ലോ, അല്ലെങ്കിൽ നാടകകൃത്ത് പറഞ്ഞ കാര്യം ഇങ്ങനെ കുറച്ച് അക്ഷരാഭ്യാസമുള്ളവർ മാത്രം വായിച്ച് മാത്രം മനസ്സിലാക്കിയാൽ പോരല്ലോ, അതിൽ കൂടുതലുള്ള പ്രേക്ഷകരോട് സംസാരിക്കാനുള്ള ഒരു സാധ്യത അരങ്ങനുണ്ടല്ലോ എന്നൊക്കെ കണ്ടിട്ട് അതിനെ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ പലതരത്തിലുള്ള സാധ്യതകളിലൂടെ ഈ കൃതിക്കുള്ള വേറൊരു സ്പേസിങ് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്ന അതുപോലെ തന്നെ ഒരു കൃതിക്ക് തന്നെ നേരത്തെ തന്നെ പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ ശാകുന്തളത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കൺവെൻഷണലായിട്ടുള്ള ഈ പ്ലാറ്റോണിക് ലവ് അതീത ലോകത്ത് മാത്രമാണ് ഇപ്പോൾ പൂർണ്ണതയിലെത്തുന്നതെന്നൊക്കെ പറയുന്ന പോലെയൊക്കെ തന്നെ ഇപ്പുറത്ത് ഈഡിപ്പസ് റെക്സിന് അടുത്ത കാലത്ത് അതിസുന്ദരമായിട്ടുള്ളൊരു റെസ്പോൺസ് വന്നു. ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ കണ്ടു. ഈ ഇമ്മോറൽ ആയിട്ടുള്ള ബന്ധമാണല്ലോ അതിലത്തെ ഒരു അടിസ്ഥാന ഇഷ്യൂ. ഇപ്പോൾ ഈഡിപ്പസിൻ്റെ അടുത്ത് മറ്റേ തീബ്സിലെ ഗ്രാമം മുഴുവൻ വന്ന് അവിടെ മഹാമാരി മറിച്ച് ഒരുപാട് ദുഃഖങ്ങളെക്കുറിച്ച് പറയുകയും അതിൻ്റെ കാരണാന്വേഷണവും ആണ്. എന്നിട്ട് ഈഡിപ്പസ് എന്ന നായകൻ്റെ ദുരന്തമാണ് ജനറലി എല്ലാവരും ഘോഷിക്കാറുള്ളത്. അതിൽ കവിഞ്ഞ മറ്റൊന്നൊരു എലമെൻറ്റിലേക്ക് എൻ്റെ തന്നെ ഒരു വിദ്യാർത്ഥി സുഹൃത്ത് ചെയ്ത ഒരു ഗംഭീര വർക്കുണ്ട്. ഈ ഇമ്മോറലായിട്ടുണ്ടാവുന്ന സന്തതി പരമ്പര മഹാമാരികളെ വിളിച്ചു വരുത്തുകയും ഈ ലോകവിനാശത്തിന് കാരണമാവുകയും ചെയ്യും എന്നൊരു ഇൻ്റർപ്രിട്ടേഷനിലേക്ക് വരുന്നു. ഈ ഇമ്മോറലായിട്ട് ജനത എന്നൊക്കെ പെരുമാറാൻ തുടങ്ങുന്നുവോ അപ്പോഴൊക്കെ പ്രകൃതി ഒരു പക്ഷേ ഇത്തരത്തിൽ വളരെ ക്രൂരമായി മനുഷ്യനെ ശിക്ഷിച്ചേക്കാം എന്നതിൻ്റെ ഒരു ഹിൻറ്റ് ഈഡിപ്പസ് റെക്സ് എന്ന നാടകത്തിനെ ബേസ് ചെയ്തുകൊണ്ട് സുന്ദരനൊരു പ്രൊഡക്ഷൻ ഞാൻ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരുപാട് ടെക്നിക്കലിയൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ അത്തരം നല്ല സംവിധായകർ മലയാളത്തിലുണ്ട്. അത്തരത്തിലൊക്കെ കൺവെൻഷണൽ വ്യാഖ്യാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ടുള്ള വ്യാഖ്യാനങ്ങൾക്കുള്ള സാധ്യതകൾ പ്രേക്ഷകൻ നൽകുന്നു എന്ന് മാത്രമല്ല, ആ നാടകം ഈ കാലത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥതലം ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ് ഒരു നാടകകൃതി സംവിധായകൻ്റെ കയ്യിലൂടെ ഏറ്റവും കണ്ടംപററിയായി മാറുന്നത് എന്നതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണത് എന്ന് ഇപ്പോൾ തോന്നുന്നു. ഈ കോവിഡിൻ്റെ ദുരന്തങ്ങളിൽ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ പറ്റാതെ എൻ്റെ ഈ ശ്മശ്രുക്കൾ ഇങ്ങനെ നീണ്ടുവരുന്ന മൊമെൻറ്റിൽ എനിക്ക് മറ്റൊന്നും ഇപ്പോൾ ധൈര്യപൂർവ്വം പറയാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് നാടകം, അല്ലെങ്കിൽ നാടകത്തിൻ്റെ ശക്തി അത്രമാത്രമുണ്ട് എന്ന് എനിക്ക് മക്കളെ, ഇത്രയും ഫോഴ്സ്ഫുള്ളായിട്ടുള്ള ഒരു രൂപം, ഇത്രയേറെ പ്രേക്ഷകനോട് നേരിട്ട് സംവദിക്കുന്നൊരു രൂപം വേറെയില്ല. നാടകകലയ്ക്ക് അത്രമാത്രം ഉദാത്തതയാണ്, ഔന്നത്യമാണുള്ളത്. വെസ്റ്റേൺ തിയറീസിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള സംവിധായകൻ്റെ അവസ്ഥയാണ്. ഇനി ഈസ്റ്റേൺ ഓക്സിഡൻ്റൽ തിയേറ്ററും ഓറിയൻ്റൽ തിയേറ്ററും രണ്ടാണ്. ഇനി ഓറിയൻ്റൽ തിയേറ്ററിനെ കുറിച്ച് ഇപ്പോൾ അധികം സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളൊക്കെ ഈ ഭാഗത്താണ് ജീവിക്കുന്നത് എന്നതുകൊണ്ട് അതധികം പറയേണ്ടതില്ല. ഇനി വേണമെങ്കിൽ തന്നെ നമ്മുടെ ഒരു നല്ല സംവിധായകൻ ഏറ്റവും എളുപ്പം പറയാൻ പറ്റുന്നത് ഈ കഥകളിയാണ്. അപ്പോൾ കളിയച്ഛനാണ് സംവിധായകൻ. ബാക്കി നിങ്ങൾ സ്വയം അന്വേഷിക്കുക, പഠിക്കുക, അത്രയൊക്കെ ആവശ്യമുള്ളൂ. ചില ഇൻട്രൊഡക്ഷൻസേ തരാൻ പറ്റും. താങ്ക്സ്.